ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇനി ഈ ഒരാഴ്ച ഏതു ജന്മകൽപ്പനയിലെ നിർണായക ദിവസങ്ങളാണ്. ആരും പ്രതീക്ഷിക്കാത്ത വമ്പൻ ട്വിസ്റ്റുകളായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും അശ്വിനുമായുള്ള എല്ലാ വെല്ലുവിളികൾക്കും നേരിട്ട് ആ ഒരു വെല്ലുവിളികളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് അതിലെല്ലാം വിജയം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രുതി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു ഓർഡർ കിട്ടുകയും തിരിച്ച് അശ്വിന്റെ വീട്ടിലോട്ട് ചെല്ലുന്ന ശ്രുതി കാണാൻ പോകുന്നത് വെറും ചില്ലറ സത്യങ്ങളല്ല, പല രഹസ്യങ്ങളും ശ്രുതി തിരിച്ചറിയാൻ വേണ്ടി പോവുകയാണ്. അത് മാത്രമല്ല, ഈ ഒരു ആഴ്ച കൊണ്ട് തന്നെ നമ്മുടെ ശ്രുതിയുടെയും അശ്വിന്റെയും ജീവിതത്തിൽ പല സംഭവങ്ങളും മാറി മറിയാൻ പോവാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും അശ്വിനും ശ്രുതിയും അടുക്കാനുള്ള സാധ്യതകളും കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കുക. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണ് നമ്മളെ ശ്രുതി ഉണ്ടായിരുന്നത്. കാരണം തന്റെ വീട്ടുകാരെ എല്ലാവരെയും രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റൊരു മാർഗമേ ഉള്ളൂ, ഒരുപാട് പൈസ വേണം. ആ പൈസ കണ്ടെത്താൻ വേണ്ടിയിട്ട് തന്റെ ആ ഒരു കഴിവ് തന്നെ, ആ ഒരു പലഹാരങ്ങളും നല്ല സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു കഴിവ് തന്നെ ശ്രുതി ആ കഴിവ് കൊണ്ട് തന്നെ പൈസ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രുതി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യം തന്നെ ഒരുപാട് ഓർഡർ കിട്ടും എന്ന് പ്രതീക്ഷിച്ച ശ്രുതിക്ക് അങ്ങനെ കിട്ടിയൊന്നുമില്ല. അങ്ങനെ പ്രതീക്ഷിക്കാതെയായിരുന്നു, അപ്രതീക്ഷിതമായിട്ടായിരുന്നു നമ്മുടെ അശ്വിന്റെ ഓർഡർ കിട്ടുന്നത്. പക്ഷെ ശ്രുതിക്ക് അറിയത്തില്ല ഇത് അശ്വിന്റെ ഓർഡർ ആണെന്നും അശ്വിനും അറിയത്തില്ല ഇത് ശ്രുതിയാണ് ഈ ഒരു ഓർഡർ എടുത്തതും എന്നുള്ളൊരു കാര്യം അവസാന നിമിഷമാണ് ശ്രുതി മനസ്സിലാക്കുന്നത്. അശ്വിൻ സായിറാമിന്റെ വീട്ടിലേക്കാണ് ഈ ഒരു സ്വീറ്റ്സ് എന്ന്. പക്ഷേ അവർക്കൊരിക്കലും അത് മറുത്ത് പറയാനായിട്ട് സാധിക്കത്തില്ല. അത് വേണ്ട, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ശ്രുതിയുടെ ജീവിതത്തെ തന്നെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിലോടെ നമ്മുടെ ശ്രുതി ആ ഒരു ഓർഡർ ഏറ്റെടുക്കുകയാണ്. പക്ഷേ ശ്രുതിക്ക് അറിയാം, അശ്വിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അശ്വിനുമായിട്ട് വീണ്ടും കണ്ടുമുട്ടി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകും എന്ന് ശ്രുതിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ മാക്സിമം ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് സാധിക്കാത്ത നിമിഷമായിരുന്നു. അവസാനം ശ്രുതിയും പ്രീതിയും കൂടി ആ ഒരു സ്വീറ്റ്സ് ഒക്കെ കൊണ്ട് അശ്വിന്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ആ സമയത്താണ് അശ്വിൻ അറിയാതെ ആ ഒരു വീട്ടിലെ ഫംഗ്ഷന്റെ കാര്യം ശ്രുതി മനസ്സിലാക്കുന്നത്. അവിടെ ഇന്ന് അഞ്ജലിയുടെയും ഭർത്താവിന്റെയും വെഡിങ് ആനിവേഴ്സറി ആണെന്നും അതിന്റെ തയ്യാറെടുപ്പിലാണ് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണെന്നും ശ്രുതി മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതുവരെയും അഞ്ജലിയുടെ ഭർത്താവ് ആരാണ് എന്ന് ശ്രുതി കണ്ടിട്ടില്ല. അങ്ങനെ ഇന്ന് നമ്മുടെ ശ്രുതി അഞ്ജലിയുടെ ഭർത്താവിനെ കാണാനായിട്ട് പോവാണ്. പക്ഷേ മറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അത് ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രുതിക്ക് സാധിക്കുന്നില്ല. പക്ഷേ ഇന്ന് ശ്രുതി അത് മനസ്സിലാക്കാനുള്ള എല്ലാ സാധ്യതകളും കണ്ടുവരുന്നുണ്ട്. കാരണം ആ ഒരു അഞ്ജലിയും ശ്യാമും കൂടി നല്ല സുന്ദരരായിട്ട് ഒരുങ്ങി ആ ഒരു ഫംഗ്ഷന്, ആ ഒരു പാർട്ടിയിൽ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ പ്രീതിയും ശ്രുതിയും കൂടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുറകിൽ നിന്ന് കാണുമ്പോൾ അവർക്ക് എന്തോ ഒരു സാമ്യത തോന്നുന്നുണ്ടെങ്കിൽ അത് ആരാണത് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കാണണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ലാവണ്യ ഒരു പണി പറ്റിക്കുന്നത്. ലാവണ്യക്ക് ഈ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്ന ശീലമുള്ളത് കൊണ്ട് തന്നെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് അശ്വിൻ അത് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിച്ചു വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എവിടെന്നോ ലാവണ്യ ഒരു ഡ്രിങ്ക്സ് സംഘടിപ്പിക്കുകയും അത് കുടിച്ചിട്ട് ലെക്ക് കെട്ട് അവിടെ ഫുള്ളും മുത്തശ്ശിയും നമ്മുടെ ശ്യാമും എല്ലാവരും കൂടി സന്തോഷത്തോടെ, അശ്വിൻ സഹിതം എല്ലാവരും കൂടി സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് തന്നെ ലാവണ്യ കയറി വന്ന് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുകയും അനാവശ്യ വാക്കുകൾ കൊണ്ട് അവരെല്ലാവരെയും കുത്തി നോക്കുകയും ചെയ്യുവാണ്. അങ്ങനെ ലാവണ്യ ഒന്നാതെ മുത്തശ്ശിക്ക് ലാവണ്യ ഇഷ്ടമല്ലായിരുന്നു. എങ്കിലും ലാവണ്യെ അശ്വിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റിയെടുക്കാനും പിന്നെ കുറച്ച് സ്നേഹിച്ച് അവരെ തമ്മിൽ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കുമായിരുന്നു. പക്ഷെ ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ എന്തായാലും ഒരു തീരുമാനമായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ അശ്വിന് തന്നെ ലാവണ്യെ മനസ്സിലായി. അതുകൊണ്ട് അശ്വിന് ലാവണ്യെ ഉപേക്ഷിക്കാനുള്ള സാധ്യതകളും കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇതോടുകൂടി പലരുടെയും ജീവിതങ്ങൾ മാറി മറിയാൻ പോകണം. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും നമ്മുടെ ശ്യാമിന്റെ എല്ലാ ചതിക്കുഴികളും പൊളിയാനുള്ള എല്ലാ സാധ്യതകളും കണ്ടുവരുന്നുണ്ട്. ശ്യാമും അഞ്ജലിയും നമ്മുടെ ശ്യാമും ശ്രുതിയും കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അവിടെ പല രഹസ്യങ്ങളും പുറത്താവും. അങ്ങനെ പുറത്തായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശ്യാമിനെ അടിച്ചു പുറത്താക്കാനുള്ള എല്ലാ സാധ്യതകളും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇനി ശ്രുതിയും ശ്യാമും കണ്ടുമുട്ടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്തായാലും അശ്വിൻ ശ്രുതിയും കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവർക്കിടയിൽ സംഭവിക്കാൻ പോകുന്നത്? ഒന്നാതെ എപ്പോഴും അവർ നേർക്കുനേർ കണ്ടാലും കീരിയും പമ്പും പോലെ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ ഇനി എന്ത് സംഭവിക്കാം? ലാവണ്യ ഇനി ഇതോടുകൂടി മുത്തശ്ശി അടിച്ചു പുറത്താക്കാനും സാധ്യതകൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് വരുന്ന ആളുകൾ കണ്ടറിയാതെ വരയ്ക്കും. ടാറ്റ ബൈ.